ഗൈസ് നമ്മൾ രാവിലെ ഫ്രഷപ്പിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. വയനാട് എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ വന്നിരിക്കുകയാണ്. നമ്മൾ റെഡിയായി ഇറങ്ങി. ചായ കുടിച്ചു, കോഫി കുടിച്ചു പെട്ടി എടുക്കാനായിട്ട് മുകളിൽ പോവുകയാണ്. ഗൈസ് ഇതാണ് ദിവ്യയുടെ ഔട്ട്ഫിറ്റ്. ഗൈസ് ഇതാണ് തിരി ക്ലിപ്പ് കാണിക്കട്ടെ. കമ്മല് ക്ലോസപ്പ്, മാല ക്ലോസപ്പ്. അടയില്ല, അത് ചെറുക്കിട്ടല്ലേ, അത് അപ്പുറത്തേക്ക്. പ്രശ്നം ആർച്ചിക്ക് ഭയങ്കര കുഴപ്പമാണല്ലോ. വേണ്ട ഇവിടെ കാറ്റൊന്നും. രാത്രിയാകുമ്പോ കാറ്റ് വേണ്ട. രാത്രിയാകുമ്പോ നമ്മളെടുത്ത് അടയ്ക്കാൻ പറയും. ഇത് ശരിയാകത്തില്ല. ആർച്ചയിൽ മിക്കവാറും ഞാൻ ജനലൊക്കെ എടുത്തിട്ട് രാത്രിയാകുമ്പോ ഞങ്ങൾക്കൊരു സ്വൈര്യം തരത്തില്ല ഈ ആർച്ച. എന്റെ സ്വഭാവമല്ലേ ഇതൊക്കെ. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ചെവി കാറ്റ് കയറും, മൂക്കി കാറ്റ് കയറും. വൃത്തികെട്ട സ്വഭാവം. വായി കാറ്റ് കയറും. കൊറേ കൊണ്ട് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. രാവിലെ വെജാണ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. എന്ത് കഴിക്കാൻ പോന്ന് വെച്ചാൽ ഞാൻ പൂരിയാണ്. ഞാനും പൂരിയാണ്. ഇഡ്ലി കണ്ണ് ഉറങ്ങി നല്ല രീതിക്ക് ആവാത്തോണ്ടൊരു നമ്മളെയൊക്കെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണിച്ചു. സാന്ദ്രത കാണിക്കാൻ മറന്നുപോയി. സാന്ദ്രത കണ്ടില്ലേ നിങ്ങൾ? സാന്ദ്രത കേട്ടോ? കാണിക്കേ സാന്ദ്രയെ. കാണിക്കേ ചുരിദാർ. സാന്ദ്ര എന്തുപടി വയനാട് ആയതുകൊണ്ട് പച്ചപ്പ് പുഷ്പിച്ച് നിൽക്കാനായിട്ട് സീനറിക്കൊത്ത് ഫോട്ടോജനിക് ആവാനായിട്ടും സാന്ദ്രയുടെ ചുരിദാറൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുലസ്ത്രീയാണ്. നാല് കുലസ്ത്രീ എല്ലാം കൂടെ മൂടണം. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. രാവിലെ എന്താണോ എന്തോ വിശക്കുന്നത്. സാധാരണ വിശപ്പ് വരാത്തിലാണ്. ഇപ്പൊ വിശക്കുന്നു. ബാക്കിൽ ആദ്യ ആദ്യം ഇരുന്നങ്ങ് നോണ പറയുക. സത്യം എന്തൊക്കെ പറയുക. എന്തോ പിരിയൊക്കെ പൊങ്ങി വരുന്ന നോക്കി. ഒരു പിരിയം താന്നിരിക്കുന്നു, ഒരു പിരിയം പൊങ്ങിയിരിക്കുന്നു. എക്സ്പ്രഷൻ ഇട്ട് മറിക്കുന്നു. ദോശന്റെ കൂടെ വട ഉണ്ടായിരുന്നു. ദോശ പറഞ്ഞാൽ മതിയായിരുന്നു. ഓണ്ട് എന്ത് വീഡിയോ അവിടെ നോണ പറയുന്നത്? ആ കൊച്ചി കുടുംബശ്രീ നടത്തുന്ന അവിടെ. ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിനെ പറ്റി CBSE സ്കൂളിനെ പറ്റി ചർച്ച ചെയ്തോണ്ടിരിക്കുക. ആദ്യയുടെ കൊച്ചിനെ എവിടെ പഠിപ്പിക്കണം? ആദ്യയുടെ കൊച്ചിനെ 10 വരെ CBSE പഠിപ്പിക്കണം. താല്പര്യമുള്ളവര് കല്യാണം CBSE പഠിപ്പിക്കണം. ആരാണ്? എന്റെ കൊച്ചിനെ ഞാൻ ICSE പഠിപ്പിക്കത്തോളൂ.
നീയോ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ICSE പഠിച്ചില്ല, ഞാൻ CBSE CBSE പഠിപ്പിച്ച പോലെ. എന്തിനാ ICSE മതി. ഞാൻ ആരെയും ഭ്രാന്താവട്ടെന്ന്. കൊച്ചുങ്ങൾക്ക് വട്ടായി പോകും. കല്യാണം കഴിച്ചില്ല, അതിന്റെ മുന്നേ ഇവിടെ കൊച്ചായി അവക്ക്. പഠിപ്പിക്കാൻ വേറെ വിടാറായി അവള്. സാന്ദ്രയ്ക്ക് വലിയ ജാട ഗൈസ്, മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ക്യാമറ. എവിടെയാന്നാ ഗൈസ് തലവേദന എടുക്കുന്നു. തലവേദന കൂട്ടങ്ങൾ എന്ത് ചെയ്യാനാ. ഭൂരി കണ്ട ഇവിടെ. നെവർ മൈൻഡ്. എന്തോ അനുസരിച്ച് കറിയേ ഇങ്ങനെയൊക്കെ എന്തു NCC-ന്നൊക്കെ ഇറങ്ങി പറയോട്ട് വാ, മനുഷ്യനോട്ടിലോട്ട് വാ. എന്തുവാ എന്തിവിടെ നടക്കുന്ന ഗൈസ്? ലബനീസ് അല്ലാട്ട് ഇതെല്ലാം പിടിച്ചിട്ട് അമരുവിനെ പേടിച്ച് സാന്ദ്ര കണ്ടില്ലേ ഗൈസ്? നിങ്ങൾ ഇത് കാണുക. ഒന്നാമത് എന്റെ കുടുംബക്കാരെ ലെമനീസാണ്. ചുമ്മാ അടങ്ങി ആട്ടിനെ കൊണ്ട് ഓരോന്ന് പറയപ്പോ കണ്ട അമരുവിന്റെ പലതരത്തിലുള്ള ഇമോഷൻസ് പുറത്തു വരുന്നു. കണ്ട കൊച്ചിന്റെ സ്ഥാപിച്ചൊന്നും ഒഴിക്കല്ലേ മേഘ. ആ ഭൂരി കൊണ്ട് വെക്കുമ്പോ സെറ്റ് ആയിരിക്കും. ഒറ്റയ്ക്ക് എവിടെയും വെച്ചിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. കൂടെ ഇരുന്ന് കഴിഞ്ഞ് എന്റെ മൂട് പോയി. ഒരു ദിവസത്തേക്ക് പുള്ളി ഞാൻ പിന്നെ കിറുകിയിരിക്കും. എന്റെ പൊന്നു മേഘ നേരെ ഇരുന്ന് എനിക്ക് കണ്ടിട്ട് വെപ്രാളം അടിക്കുന്നു. BPP ഹൈ ആകുന്നു. ആ പൂരിയും പ്ലേറ്റൊക്കെ തരാം. ദോ വരുന്നു അത് എനിക്ക് കിഴങ്ങ് ഗൈസ്, അവക്ക് മാത്രം കിഴങ്ങ് കറി, നമുക്ക് എല്ലാവർക്കും സാമ്പാറ്. അവള് ചോദിച്ച് മേടിച്ചതാ സാമ്പാർ. നമ്മളങ്ങനെ അടുത്ത എന്താണ് ഗീ റോസ്റ്റ് നമ്മൾ തിന്നുകയാണ്. എന്നിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്തോടെ ഗ്രീൻ റെസ്റ്റോറന്റ് വയനാട്. അടിപൊളി ഫുഡാണ്. വയനാട്ടില വെജാണ്, കഴിക്കണം. വെജാണ് നമ്മൾ കഴിച്ചത്. പൂരിയും പിന്നെ ഗീ റോസ്റ്റ് തമിഴ് സ്റ്റൈൽ അടിപൊളി ഫുഡാണ്. കോഫിക്ക് അടിപൊളിയായിരുന്നു. കോഫിക്ക് അടിപൊളിയാണ്. ഗീ റോസ്റ്റ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഫുഡ് കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ആൻഡ് ഈ യൂട്യൂബേഴ്സിന് ഭയങ്കര ജാട. ഓക്കെ, അത്രേ ഉള്ളു പറയാൻ. എന്നെ കൂടാതെ ഫോട്ടോ എടുത്ത് ഗൈസ്. തല ഇറങ്ങി ഇരിക്കുന്നവരൊന്നും ഇങ്ങോട്ട് വന്ന് പറയേണ്ട ആവശ്യമില്ല. ഇറങ്ങി വരാൻ കുറെ നേരം കൊണ്ട് പറയുന്നു. വീട്ടിൽ എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കാറി വന്നല്ലേ നീയൊക്കെ ഫേക്ക്. മാമ ഇവൾമാരെ കേക്കണ്ട. മാമൻ അല്ല ചേട്ടൻ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. മാമനല്ലേ ഡ്രൈവറ്? അല്ല, മിസ് വരെ ചോദിക്കുന്നു പെൺകൊച്ചു എന്തുവാ കൊച്ചിറങ്ങാരെ കയറി മാമാന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു അവക്ക് ഞങ്ങളെ കാട്ടി പ്രായമുണ്ട്. ഒരു ഇത്ര വയസ്സുണ്ട്, 21 വയസ്സുണ്ട് ഗൈസ്. ഈ വർഷം 22 വയസ്സ് ഒഴിക്കളവിക്ക്. നമുക്ക് 21 പറ്റുള്ളൂ. നീ ഇളവിയായി, നീ ഒരു ആന്റി ആയി സത്യം പറഞ്ഞ. എന്നിട്ടാണ് കൊച്ചു ചെറുക്കന്മാരെ കാണുമ്പോഴേ മാമാന്ന് നമ്മളെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ നമ്മളെ കാട്ടി ചെറുപ്പമുള്ള ചെറുക്കന്മാരെ വരെ ഇവള് മാമാന്നാണ് വിളിക്കുന്നത്. അവരത് കേൾക്കുമ്പോ ഹൃദയം പൊട്ടിച്ചാവും. മിസ്സിനറിയോ ഇവളെല്ലാരെയും മാമാന്നാ വിളിക്കുന്ന? മാമാനല്ല, അങ്കിൾ. കൊച്ചു ചെറുക്കന്മാര്, 20 വയസ്സുള്ള ചെറുക്കന്മാര് അവളേന്ന് ഇളയെ കണ്ടവരെ അങ്കിൾ എന്നേ വിളിക്കത്തുള്ളൂ.
ആ ഒരു ആദിവാസി. ആ പറ ആരാ പറയുന്നത്? മറ്റേ ബ്രിട്ടീഷുകാര് പണ്ടേ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരാനായിട്ടുള്ള വഴിയില്ലായിരുന്നു. അന്ന് ഇവിടുത്തെ ഒരു ആദിവാസി ഈ ആളിനെയും കൂട്ടുപിടിച്ചിട്ടാണ് ഈ വഴിയെല്ലാം കണ്ടുപിടിച്ചത്. പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് ചുരം എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയെ കൊന്നുകളഞ്ഞു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന വണ്ടികളെല്ലാം ഈ കൊക്കയിലേക്ക് വീഴുമായിരുന്നു. അങ്ങനെ പുള്ളിയെ തറച്ചൊരു ഇതാണ് ഈ മരം. അപ്പം അന്ന് ചെറുതായിരുന്ന ചെയിനായിരുന്നു. ഈ മരം വളരുന്ന അനുസരിച്ച് ചെയിനും വളരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതോ ഏത് ചെയിൻ? സൂം ചെയ്. നീളം വെക്കുന്നത് അതെങ്ങനെയാ നീളം വെക്കും? അപ്പൊ അതിന്റെ പ്രതിമയാണ് അത്. ഗൈസ്, വയനാട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജ് ആണത്. ലിപ്സ്റ്റിക് ഇടുന്നു മിസ്സേ, ലിപ്സ്റ്റിക് എവിടെ ഇടുന്നു? പൂക്കോട് ഇവിടെയാണോ പൂക്കോട് ലേക്ക്? അതാണ് പൂക്കോട് ലേക്ക്. എക്സ്പ്ലോർ ചെയ്യാം. ഇതാണോ പൂക്കോട് ലേക്ക്? ആണെനിക്ക് This is a tribal village in the close. എടി നമ്മള് ഗൂഗിളിൽ കണ്ട സ്ഥലമാണോ ഗൈസ്? അങ്ങനെ നമ്മൾ എന്നൂര് അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെയാണ്. പക്ഷെ വഴി അറിയത്തില്ല. നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ആ കുട്ടിയോട് 50 ജീപ്പ് 40 ജീപ്പ് മാക്സിമം 8 പേര്. നമ്മള് 7 പേരുണ്ട്. ഗൈസ്, ഈ ആദ്യം വെറുതെ കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫോൺ കൂടെ പറന്നു പോകും. കയ്യിൽ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മളെ കൊണ്ട് ടെൻഷൻ എടുപ്പിക്കും. എന്റെ കയ്യിലൊക്കെ വെക്കും. അതില്ല, ബാക്കിയുള്ളവരുടെ മെനക്കെടുത്താനായിട്ട് മാറിയാണ് വണ്ടി ഇരിക്കും. ബ്ലോക്ക് പിന്നെ ആദ്യം വലിയ സോക്കിടാണ് ഈ കൊക്കേനെ എടുത്ത് അങ്ങ് തള്ളിയിടും കേട്ടല്ലേ? കൊക്കയല്ല, ചെറിയൊരു കൊക്കയാ. വണ്ടി എവിടെ? വണ്ടിയില്ല. നമ്മൾ ജിമ്മിൽ കയറി. ജീപ്പിൽ കയറി. സോറി ജീപ്പിൽ കയറി ഗൈസ്. എടുക്കാൻ പറ്റുന്ന ഒന്ന് നിർത്തും. കാണിച്ചുവിട്. മല പോവല്ലേ എന്റെ പൊന്നമരു. എന്തത് ഇങ്ങനെ പോത്തില്ല, ഞാൻ പിടിച്ചേക്കോ. അതെ, നമ്മള് ബസ്സിലിരിക്കുവാണെങ്കിലും കൊരങ്ങന്മാര് വന്ന് എടുക്കും വേണം. ഐഫോൺ കൊണ്ടുപോയി അടുത്തിന്റെ പോക്കറ്റിലാണെങ്കിലേ ഡയറി മിൽക്കും ഐഫോണും ഉണ്ടായിരുന്നു. കൊരങ്ങൻ രണ്ടും കൂടെ എടുത്തോണ്ടെങ്കിൽ പോയി. അവസാനം ഐഫോൺ തിന്നുന്നില്ലെന്ന് മനസ്സിലായപ്പോ തിരിച്ചിട്ട് കൊടുത്തു. അതാ ഞാൻ നിന്റെ വീഡിയോ എടുത്തില്ല, ഞാൻ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. കൊരങ്ങും എന്തായാലും വയനാട്ടിൽ സാധനങ്ങളില്ല. പേരുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ചാണകം
ചാണകോ ആനപ്പിണ്ടോന്നാണ്ടാ പറയാൻ വന്നത്. ആനപ്പിണ്ടോന്ന് പറയാൻ വന്നേ. കേട്ടാ കേട്ടാ ടൂറിസ്റ്റ് ഏരിയയില് ആനപ്പിണ്ടല്ല ആന അപ്പിന്ന്. പിണ്ടത്തിന് ആന അപ്പിന്നൊക്കെ ശരിക്കും എന്താന്ന് അറിയാത്ത ഞാൻ. എടി ആന അപ്പി ആനപ്പിണ്ടം. എടാ ആനപ്പിണ്ടത്തിനാണ് ആന അപ്പിന്ന് പറഞ്ഞത്. പിണ്ടെന്നാ വിളിക്കുന്നത്. ശരിയാ. അല്ല അത് മനസ്സിലായി. അല്ല ശരിക്കും അതല്ലേ വിളിക്കുന്നത് ആനപ്പിണ്ടം. അതല്ലേ നമ്മള് പറഞ്ഞത്. അല്ല ഇപ്പൊ എന്തിനാ ഇത് മനുഷ്യർക്കല്ലേ? ഞാൻ നീ കൊച്ചു ഗൈസിന് മുകളിലോട്ട് നടക്കണം നമ്മൾ. സൈഡ് സൈഡ് സൈഡ്. മറ്റേ ഉരുൾപൊട്ടലൊക്കെ വന്ന ഭയങ്കര ചൂരൽമല. ചൂരൽമലയും പിന്നെ മുണ്ടക്കായി അങ്ങനെ. ഓഹോ പ്രായമായി. അണ്ണന് തന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു സ്ഥലം. ഇത് അവര് അടുക്കിനല്ല വെച്ചേക്കുന്ന ഇന്റർലോക്ക്, തട്ടി വീരും. ശരി കൊള്ളാല്ലേ? ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊള്ളാം. അത് നോക്ക് എന്തൊക്കെയോ ഉണ്ട് അവിടെ. അണ്ണം പോയി. പിള്ളേര് എന്തായിരുന്നു ഈ സ്ഥലത്തിന് വരുന്നത്? എന്നൂര് ട്രൈബൽ വില്ലേജ്. അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണും, അതായിരിക്കും അവർ അങ്ങോട്ട് പോയത്. നടുക്കൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. സിംബലൈസ് ചെയ്യുന്നത് ആ മനുഷ്യര് പേര് മനുഷ്യരല്ലേ? ഇത് കൈയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. എന്താ കിളിയൊക്കെയാണ്? എല്ലാം കൊള്ളേ, നടക്കുന്ന മാത്രം പോയി. വെയിലായി, ക്ലൈമറ്റ് പോയി. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, ഇന്റർപ്രിട്ടേഷൻ എക്സിബിഷൻ ഹാള്, വെയർഹൗസ്, ട്രൈബൽ മാർക്കറ്റ്, ഇതെല്ലാം ഉണ്ട് അവിടെ അല്ലേ? നമ്മള് ചെയ്യുന്നതാ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്. അതുകൊണ്ട് കംഫർട്ട് അവിടെ പോയി ഇരിക്കുന്ന കാണണ്ടേ? അമ്മ തിരിച്ചറിയിക്കാം. ഇത് നോക്ക്. അവിടെ നിന്നാ കുറുവാദേവി പോയി 1.5 കിലോമീറ്റർ നടക്കണമെന്ന് പറയുന്ന പോയിട്ടില്ലേ? അന്ന് 2014 ഏറിയ സമയത്തൊന്നും ഓർക്കത്തില്ലല്ലോ. അമ്മ പറയുന്ന കേട്ട്. അതൊക്കെ നമുക്ക് വലിയ ഇതില്ല. സാന്ദ്ര പിന്നെയും തെന്നി വന്ന്.
ഞാൻ കൊച്ചുങ്ങളും ഇരുന്നു. 2 ഏച്ചിമാരുണ്ട് പിടിക്കാൻ. ഏച്ചിയോ? 2 ഏച്ചിമാര്. കൊള്ള ഇതിന്റെ ഒടയം വന്ന് ഇറക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഔട്ട്. ഇതെന്തുവായത്? മരം കയറി പിള്ളേരാ. ഗൈസ്, നമ്മൾ ക്ഷീണിതരായി ഇരിപ്പ് തുടങ്ങി. വയ്യ ഗൈസ്, പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് നമ്മള്. നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ച് തന്നിരിക്കുകയാണ്. എല്ലാരും ഉറക്കമായി. നമ്മള് കുറുവാദ്വീപ് എത്തിച്ചേർന്നിരിക്കുകയാണ്. കിട്ടി. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരു കോമഡി ചെയ്യണോ? എഴുതിങ്ങനെ പായസം കിട്ടും. ഞാൻ ഇതിന് കല്യാണ സദ്യ പായസം ആരായിരിക്കും ആ മണ്ടത്തിന് വിളമ്പുന്ന? വാഴയിലുണ്ട്, തോരനുണ്ട്, വാട്ട് ഈസ് ദിസ്, എന്തൊരു പച്ചടിയുണ്ട്. അതെന്ത് തൂക്കാനാ? തൂത്ത് നോക്കാനാ? നീരുന്നങ്ങാണ്ട് കേട്ടു. ആദ്യം ബിരിയാണി തിന്നുന്ന കാണിച്ചോട്. ഇനി ആദ്യം ബിരിയാണി തിന്നുന്ന കാണിച്ചോട്. ആദ്യം ബിരിയാണി
ചിക്കൻ കടി ഇതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നു ചിക്കൻ കടി. കാല് കടിച്ചില്ല ആദ്യം അപ്പൊ കഴിച്ച് നമ്മൾ കഴിച്ചിട്ട് കാണും. എനിക്ക് അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇവിടുമാരൊക്കെ അതിനെ തീരാറായി. ഗൈസ്, ഇതാണ് കുർവാദ്വീപിന്റെ എൻട്രൻസ്. ഗൈസ്, നമ്മൾ അതിൽ കയറാൻ പോവുകയാണ്. അതിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കുർവാദ്വീപിലോട്ട് പോണത് അതിനകത്താണ്. ഗൈസ്, പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ചെക്കിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നാലാ? ഇവിടെ ഉണ്ട്. ഇതാണോ ഫ്രണ്ട്? ഇവിടെ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കാം. കുർവാദ്വീപിലോട്ട് പോവുകയാണ്. ഇതാണോ ദ്വീപ്? എന്നിട്ട് എനിക്ക് ദ്വീപായി തോന്നില്ലല്ലോ. അതാണ് ദ്വീപ്. ഇതല്ല ദ്വീപ്. ഏത്? എന്താടി ഇവിടെ മുതലുണ്ട്. മുതല സൂക്ഷിച്ചോ. എന്തോ ഇവിടെ പ്രത്യേകിച്ച് ഒരുമാതിരി നമുക്ക് മിസ്സേ, ഇത് നോക്ക് മിസ്സേ. കൊണ്ടുവച്ച് വെള്ളം പ്ലാസ്റ്റിക് കൊണ്ട് കയറ്റി കിടക്കില്ല. അത് തിരിച്ചെല്ലാം മേടിച്ചൂടെ? ഇപ്പോഴല്ലേ വേണ്ടത്. അധികം സംസാരിക്കണ്ടായിരുന്നു. ഇതൊക്കെ ഇച്ചിച്ച് വെള്ളം കൊള്ളത്തില്ല, അരിക്ക വെള്ളം. ഇല്ല, അങ്ങനെ ഒടിയത്തില്ല. എത്രയോ പേര് നടക്കുന്നയാ. പക്ഷേ എനിക്ക് യൂണിഫോമിന്റെ സൈസ് അറിയില്ല. നല്ല വലിപ്പം വേണം. നമ്മുടെ നമ്മൾ ഇതുവരെ എടുത്തില്ല. നടക്കണം. ഗൈസ്, കാട്ടിക്കൂടെയാണ് ഗൈസ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കിളിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കാടല്ല, നമ്മുടെ അടുക്കള വശത്തിന്റെ ഒരു സെറ്റ്. അതാണ് ചേച്ചി നശിപ്പിച്ച്, ആംബിയൻസ് നശിപ്പിച്ച്. അടുക്കള, നമ്മളെ വീട്ടിലെ അടുക്കള വശം കണക്കിരിക്കുന്നു. ഇവള് പറഞ്ഞ് വേഗം പറഞ്ഞത് അടുക്കള വശം കണക്കിരിക്കുന്നു. എന്തുകൂടി നിങ്ങളെ വീടിന്റെ അടുക്കള വശം കാടാണോ? ഒരു മാസം കഴിഞ്ഞാൽ അല്ല ഇല്ല ഇല്ല, ഇത് ഉടനെ വരും. ടൂറിന്റെ വീഡിയോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സഫിയുടെ കല്യാണത്തിന് ക്ലിയർ ചെയ്തത്. അതെന്താ? നല്ലയല്ലേ? നന്ദിനിയിലെ നന്ദി ആ പാട്ടുണ്ടല്ലോ. ഗൈസ്, ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളോ പ്ലാസ്റ്റിക് കുപ്പി കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു നേരത്തെ കാണിച്ച സ്ഥലത്ത് അവര് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുടിച്ചോണം. പിന്നെ അങ്ങോട്ട് പോയാൽ കുടിക്കാനോ ഒന്നുമുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് കയ്യിൽ വെള്ളം കൊണ്ടുവരാനും പറ്റത്തില്ല. വീണ്ടും ബാമ്പുവിന്റെ പാടി.
ഈ സ്ഥലത്തിന് വല്ല കഥയും ഉണ്ടോ? അയ്യോ ഞാൻ ഇങ്ങോട്ടില്ലേ കഥയുണ്ടാ? എന്നാ കഥ അയ്യോ ഇതെന്തോ തെന്നുന്ന കല്ല. ഇത്രയുള്ള ഇത് വേണമെന്നോ? ഇത്രയുള്ള എന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞ്, ഇഷ്ടം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിൽ കൂടെ ഒക്കെ നടന്നെവിടെ പോണോന്ന് പറഞ്ഞ് ഞാനും ഇവിടെ ഇരിക്കുക. അപ്പൊ വേണമെന്നുള്ളവര് വെള്ളത്തിൽ ഇറങ്ങിയാ മതി. സജിനെ എന്നെയും കൂടെ തറയിൽ ചവിട്ടിയാ മതി, കല്ലി ചവിട്ടണ്ടേ. തറയിൽ ചവിട്ടിയാ മതി, തണുത്ത വെള്ളോടി ചവിട്ടിയാ മതിയെ, കല്ലി ചവിട്ടണ്ടേ. ഞാൻ കല്ലെല്ലാം തെന്നി കിടക്കുന്നു. അയ്യോ എന്റെ കാലില് എന്തിനാ കൊത്തുന്ന? സൂക്ഷിക്കണ തൻസേ, മീനുണ്ട്. അയ്യോ ഇതെന്തുവാ? നിങ്ങൾ ജീൻസ് ആണോ? പറ്റിച്ചാണോ? ആക്ച്വലി വീഡിയോ കിട്ടി, വ്ളോഗ് ഓണായിരുന്നു. കല്ലി ചവിട്ടണ്ട്, തറയിൽ മാത്രം ചവിട്ടി വീട്. ഇത് ഉള്ള സാന്ദ്രയൊക്കെ നനഞ്ഞ ഒച്ച പോലെയായി. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണോ? എന്തുവാണ് ഞാൻ എല്ലായിടത്തും പോയി. അയ്യോ മീനരുതേ അയ്യോ എന്നെ ഫോളോ ചെയ്യുന്നെന്ന് തോന്നി. നീ ആര് ഫോളോ ചെയ്യാൻ? നിന്നെ ഇഷ്ടപ്പെട്ടു. കുട്ടിയെല്ലാം പോയിരിക്കുന്നു. ആ എടി നല്ല രസമാടി, ഇക്കളാവും. നീ നിന്ന് നോക്ക്. എന്റെ കാലിലൊന്നും അടിക്കുന്നുണ്ട്. തിരിച്ചു പോവുകയാണ്. പരുവായി. ഓ ഇപ്പൊ ഒറിജിനൽ കൊല്ലം തിരിച്ചറിഞ്ഞു. അതെ എല്ലാ ആണോ പരുവായി. രാവിലെ എങ്ങനെ ഇറങ്ങിയതാ? ലിപ്സ്റ്റിക്കും പോയി, അതും പോയി. ക്യാമറയിൽ കൂടെ കാണിച്ചു കൊടുക്കാം. ലെഗിൻസ് ഒക്കെ ഇതാണ് അമൃതയുടെ കോലം. മേഘയുടെ കാലില് പൊളയട്ട കളിച്ച് പൊളയട്ടെ. ഗൈസ് നമ്മൾ റൂമിലോട്ട് പോവാണ്. ഗൈസ് നമ്മളങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ മുങ്ങ, ഞാൻ വീഡിയോ എടുക്കാം. നമ്മളിപ്പോ സ്കൂളിന്റെ സൈഡിലിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്യാണ്. പുള്ളിരുന്നാൽ ആൾമാര് കുറെ കാണിക്കുന്നുണ്ട്.
വിടല്ലേടി ഓടിനേക്കറിയത്തില്ലേ അവളെ എടുത്തോണ്ട് പോവുകയാണ് ഗൈസ്. എന്തൊരു കോലടി നിക്കടി ചക്കി പിന്നെന്തുവാ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ചെവിയൊക്കെ ഊതി അടച്ച് അയ്യോ എല്ലാരും നല്ല കോഴിയായിട്ട് പോവാ. ഈശ്വരാ കിടുങ്ങുന്നു പനി വന്നില്ലെങ്കിൽ കൊള്ളാൻ പറ്റുന്ന വണ്ടറിൽ പോവാനുണ്ട്. പ്രായമായവരുടെ വിറച്ച് കിടക്കുന്നു. അയ്യോ നമ്മൾ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിക്കേട്ട് വീണ്ടും എന്തോ ക്യാമ്പ് ഫയറിന് പോവുകയാണ്. ക്യാമ്പ് ഫയറിൽ ഫുഡ് അടിയും. നമ്മൾ ഭയങ്കര സെറ്റപ്പിലൊക്കെ ഒരുങ്ങിയിരിക്കുക. പക്ഷെ കണ്ണ് മാത്രം ഒരുമാതിരി ചുമന്ന് ചെങ്കണ്ണായ കണക്കിരിക്കുന്നല്ലേ കണ്ണ്. കണ്ണ് ചുമക്കുന്നുണ്ടെങ്കിൽ അടി യൂറിൻ പാസ് ചെയ്തിട്ടാ കണ്ണ് ചുമക്കുന്നു. എന്തുവാ യൂറിൻ പാസ് ആവുമ്പോഴാ കണ്ണ് ചുമക്കുന്നു. എന്റെ കണ്ണ് ചുമന്നില്ല. നമ്മളെല്ലാരും കണ്ണ് ചുമന്നിരിക്കുക. എന്നാലും എന്റെ അത്ര ചുമന്നിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് നിന്ന് ഏതോ ഒരുത്തിയാണ് യൂറിൻ പാസ് ചെയ്ത്. സത്യം പറഞ്ഞോടി എന്റെ കണ്ണ് ചുമന്നിരിക്കുന്നില്ലേടി തന്നെ. അപ്പൊ നമ്മളെടുത്ത് നിന്ന് ആരും എല്ലാം മുടി കഴിച്ചിട്ട് അങ്ങനെ കുളിച്ചെല്ലാരും അങ്ങോട്ട് നടന്നു. എന്തേടി അമരു കി ഹേ എവിടെ ഘട്ടാണോ അവിടെ ദൈവമേ. ചെടികളും പൂക്കളും പറിക്കരുത്. എനിക്ക് ഇട്ടത് കണ്ണുണ്ടൂടാ. ദൈവമേ അട്ട ഉണ്ടെങ്കിൽ എന്റെ കാര്യം തീരുമാനോ. അട്ടയും കുട്ടയും അടിപൊളിയല്ലേ. ചുവന്ന കളർ പ്രേതം. ഗൈസ് നല്ല ആംബിയൻസ് ആണ് ഗൈസ് ഫയർ ക്യാമ്പിന്റെ സ്ഥലം. പാമ്പ് വാറക്കുന്ന മണമാണ്. വാ തുറക്കുമ്പോ ഒരു സ്മെല്ല് വരും. അനാക്കൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ ഇവിടുത്തെ. എന്താണ് അവിടെ ഒരു ചുമല വെട്ടം. അതല്ലേ ഞാൻ ചോദിച്ച പാമ്പ് കടിച്ചാ പോലും അറിയത്തില്ലല്ലേ ദൈവമേ. എന്നാ വൈബാ. ഇതാണ് ഗൈസ് നമ്മുടെ ഫയർ ക്യാമ്പ് ഫയർ. അറിയിക്കണേ നിങ്ങളൊക്കെ പ്രേതം. എടി ഒരു ഫോട്ടോ എടുത്ത് നമ്മളെ. ഗൈസ് നമ്മളെല്ലാരും ഗെയിം കളിക്കാമെന്ന് തീരുമാനിച്ചു. വയ്യാത്തവരൊക്കെയാണ് ഔട്ടായി പോണത്.
ഇനി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാടിയതാരേ മുടിയ കോതിയ കാറ്റിൻ മൊഴി മധുവായി മാറിയതാരേ അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ നിലവുകളെഴുതിയ താരേ അവളെ തരളിതയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നേരമെന്തിനും തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി വസീകര പൊന്മടിയിൽ തൂകിനാൽ പോതുമതേകനും ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും നാം നീസിപ്പതും ശ്വാസിപ്പതും ഉണ്ടയനാണേ. ഇതൊക്കെ എന്ത് എനിക്ക് വയ്യ എനിക്ക് ഞാനില്ല കേട്ടോ. ഞാൻ കളിക്കാം മിസ്സേ കൂടാ. Hi Malini, I'm Krishnan. நான் இதை சொல்லி ஆகணும், நீ அவ்வளவு அழகு. ഹായ് മാലിനി. ഗൈസ് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയിലും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഈ പെണ്ണ് ഭയങ്കര ശല്യമായി. പെണ്ണ് ഓരോന്ന് കൊണ്ടുവരും മനുഷ്യരെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. മൊത്തം അമരന്റെ പേര് എഴുതി ഞാൻ. ഇനിയോ പറഞ്ഞിട്ടില്ല, തീർന്നു. രക്ഷപ്പെട്ടു. റൂമിൽ പോയി കളിക്കണ്ടേ? വേണ്ട, ആ റൂമിൽ പോയി കളിക്കാൻ ആരുമില്ലല്ലോ. ഗൈസ് നമ്മൾ മിന്നും കൂടെ ഉണ്ടോ? ഇട്ടാണോ ചോദിച്ചപ്പോൾ ആണെന്ന്. രാത്രി പുട്ടോ? എന്താ പുട്ട് തിന്നാ? രാത്രി നീ പുട്ട് തിന്നണ്ട. ഞാൻ പുട്ട് തിന്നും. സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ടിവി കഴിഞ്ഞിട്ട് വിളുത്ത് എല്ലാരും വെളുത്തിരിക്കുന്നു. അത് വെട്ടത്തിന് തോന്നുന്നു. നമ്മളിങ്ങനെ വെളുത്ത് കേട്ടു. സ്വിമ്മിംഗ് പൂളിൽ കുറച്ചുകൂടെ ചടിയില്ല. Wow, chapati, fried rice, chicken fry, everything is there. Wow, chicken curry. Oh, Sandra got chapati. Chapati. Chapati ഒടിക്കും. ഒന്ന് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും. അവിടെ ബുദ്ധിമുട്ടിയാണ്ടോ? ചോറും കഴിച്ചു. നമുക്ക് വേണ്ടി ചോറും മേടിക്കാൻ പോവാം. ഗൈസ് അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ഞാനിങ്ങ് നടന്നു വന്നു. ഗൈസ് തിരിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ബാഗൊക്കെ എടുത്താ? അന്നാണ് അമരൂയിലെ നാഗവല്ലിയെ ഞാൻ കണ്ടത്. സാന്ദ്രയെ കാണുന്നില്ല. സാന്ദ്രയെ കുട്ടിപ്പാവാട ഇട്ടോട്ടെ എന്തു കാണിക്കുന്നു. ഞാനാണ് എന്റെ ഞെക്കുന്ന ഫാൻ. വിട്ടു പോണത്
ഗൈസ് നമ്മൾ അപ്പോൾ തുറക്കാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ്. സീ യു ടു നാളെ കാണാം.